ഊരാളുങ്കലിന് ക്രമവിരുദ്ധമായി കരാറുകൾ നൽകുന്നെന്ന മുൻ പ്രതിപക്ഷത്തിന്റെ ആരോപണം സർക്കാർ മാറിയപ്പോൾ വിഴുങ്ങി. ഊരാളുങ്കലിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തികൾ നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീറിന്റെ മറുപടി. നിർമ്മാണ പ്രവൃത്തിയിൽ ഗുണനിലവാരം പാലിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SPD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. ഊരാളുങ്കലിനെതിരെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നുവെന്നും കാണാം. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഗുരുതരമായ ആരോപണം ഞാൻ ഉന്നയിക്കുക. ഹാൻഡ് ഓൺ വർക്ക്, അതായത് എത്ര വർക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് വേണ്ട. കേരളത്തിലെ ബാക്കി എല്ലാ ലേബർ സൊസൈറ്റിക്കും ബാധകമാണത്. പക്ഷെ ഊരാളുങ്കലിന് വേണ്ട. ഊരാളുങ്കലിന് ടെൻഡർ വേണ്ട. ഊരാളുങ്കൽ തന്നെയാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. 100 കോടി രൂപയുടെ വർക്കിന്റെ എസ്റ്റിമേറ്റ് 200 കോടി എന്ന് ഊരാളുങ്കൽ പറഞ്ഞാൽ 200 കോടിയാണ് എസ്റ്റിമേറ്റ്. 500 കോടി രൂപയുടെ പരിപാടി 750 കോടി എന്ന് ഊരാളുങ്കൽ പറഞ്ഞാൽ എസ്റ്റിമേറ്റ് 250 കോടിയാണ്. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുക. കേരളത്തിൽ എവിടെ നോക്കിയാലും വേറെ കരാറുകാർക്കൊന്നും ഇനി കാര്യമില്ല. കേരളത്തിൽ എല്ലാ വർക്കും ഊരാളുങ്കലിലേക്കാണ്. വിമർശനം ഉയർത്തിയവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി എന്നാണ് CPM-ന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. വിമർശനം ഉയർത്തിയവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ ആ പ്രശ്നത്തെ സമീപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും നല്ല സഹകരണ സംഘങ്ങളിലൊന്നാണ്. വിമർശിക്കുന്ന കൂട്ടർ തന്നെ അവരെ പോയി കണ്ടിട്ട് ഞങ്ങളുടെ വർക്ക് എങ്ങനെയും എടുക്കണമെന്ന് ഒളിവിൽ സംസാരിക്കും. ഇപ്പോൾ ഏതായിരുന്നാലും ആ വിമർശിച്ചവർ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞ് അവർ നല്ല നിലവാരമുള്ളതാണെന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് വീണ്ടും ചേരുന്നത്. ഷഫീദ്, ഗുഡ് ഈവനിങ് അഗെയിൻ. ഇപ്പോൾ ഈ വിഷയത്തിൽ ബജറ്റിന്റെ കാര്യമാണെങ്കിലും സംസ്ഥാനത്തെ ധനസ്ഥിതിയുടെ കാര്യമാണെങ്കിലും മറ്റു പല നയരൂപീകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറയുന്നതൊക്കെ വിഴുങ്ങി ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മട്ടിലുള്ള ഒരു ആരോപണം ഈ സർക്കാരിനെതിരെയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഊരാളുങ്കലിന്റെ കേസിലും പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്താണോ പറഞ്ഞതിന് അതിന് തികച്ചും ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു. ഇപ്പോൾ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രതികരണങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ മദ്യനയവും PMC അടക്കം പലതരത്തിലുള്ള യൂട്ടേണുകൾ സർക്കാരിന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഊരാളുങ്കലിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഊരാളുങ്കൽ അടിമുടി കുഴപ്പമെന്നായിരുന്നു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉള്ള നിലപാട്. മാത്രവുമല്ല, ഈ എസ്റ്റിമേറ്റ് ഒക്കെ അട്ടിമറിച്ച് ഊരാളുങ്കലിനെ വഴിവിട്ട് സഹായിക്കുന്നുവെന്നും മാത്രവുമല്ല ഈ CPM-ന്റെ അഴിമതി പണം അത് ഊരാളുങ്കലിലാണ് ബാങ്കായി സൂക്ഷിക്കുന്നതെന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായി VD സതീശൻ നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P.K. ബഷീർ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ നൽകിയ മറുപടി അത് ആ രീതിയിലല്ല പറയുന്നത്. പറയുന്ന കാര്യം ഈ ഊരാളുങ്കലിന് ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ട്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തികൾ നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൂടാതെ ദേശീയപാത നിർമ്മാണത്തിൽ ഊരാളുങ്കലിന് പ്രത്യേക മുൻഗണനയില്ല. ഗുണനിലവാര പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ ഊരാളുങ്കലിന്റെ പ്രവൃത്തികൾ അത് മെച്ചപ്പെട്ടതാണ് എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത്. കൂടാതെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് അവർ തന്നെയാണ് തയ്യാറാക്കുന്നതെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഇന്ന് മന്ത്രി നിലപാടെടുത്തു. ആകെ പറഞ്ഞത് 500 കോടി രൂപയ്ക്ക് മുകളിൽ ഉള്ള പ്രവൃത്തി അത് ഒരു ലേബർ സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നതിൽ ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമുണ്ടെന്നും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് മാത്രമാണ്. അതായത് VD സതീശന്റെ മുൻ സർക്കാരിന്റെ നേരെ ഘടകവിരുദ്ധമാണ് ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഈ വിഷയത്തിലടക്കം നിലപാടുകൾ. ക്രിസ്റ്റീന. ഷഫീദ്, ഇതിൽ സാധാരണയായി ഉണ്ടാവുന്നൊരു സംശയം ഇപ്പോഴത്തെ ഈ ഊരാളുങ്കൽ സ്നേഹത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയുടെ മാത്രം അഭിപ്രായമാണോ, അല്ല സർക്കാരിന് മൊത്തത്തിൽ ഊരാളുങ്കലിനോട് സ്നേഹമാണോ? പ്രജിൻ, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നിലവിൽ ഇപ്പോൾ ഊരാളുങ്കൽ എടുക്കുന്ന വർക്ക്, അതായത് കേരളത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ 165 പ്രവൃത്തികളുണ്ട്. റോഡ് വിഭാഗത്തിൽ 61 പ്രവൃത്തിയും കിഫ്ബി പ്രവൃത്തികൾ 46 എണ്ണവും. ഇതിൽ തന്നെ ഇത്രയും അധികം വർക്കുകളുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമിനെ മാറ്റി ചിന്തിക്കുക അടക്കമുള്ള കാര്യങ്ങൾ പ്രായോഗികമായി പോസിബിൾ അല്ല എന്നൊക്കെയുള്ള കാര്യം സർക്കാരിന് തന്നെ അറിയാം. പക്ഷേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്വാഭാവികമായും വിമർശിക്കാൻ ഒരു ആയുധം കിട്ടിയപ്പോൾ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന രീതിയിലുള്ള സമീപനം പിന്നെയായാലും ഉണ്ടായില്ല.
മാത്രവുമല്ല ഇന്ന് നിയമസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സംസാരിക്കുമ്പോൾ 40ഓളം പ്രവൃത്തികൾ ഊരാളുങ്കൽ നടത്തുന്ന 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാകാനുള്ള കാരണം വർക്ക് ലോഡ് കൂടിയതാണ് എന്ന് അവർക്ക് സപ്പോർട്ടായി സംസാരിക്കുന്ന സാഹചര്യമടക്കമുണ്ടായി. സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയധികം വർക്കുകൾ ചെയ്യുമ്പോൾ പക്ഷേ ഇനിയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ ഊരാളുങ്കലിന് തന്നെ ലഭിക്കാനാണ് സാധ്യതയും. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.